സുജിൻ ബ്രോ, നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് പി എം ശ്രീ. അതുമായി ബന്ധപ്പെട്ട് ഇന്നും വാർത്ത വന്നു. സത്യത്തിൽ എന്താണ് ഈ പി എം ശ്രീ? അതായത് പി എം ശ്രീൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2 സ്കൂളുകളെ അത് ഉൾപ്പെടുത്തും, ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അനുവദിക്കും. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് മാത്രമല്ല, കേരള സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തോടുകൂടിയാണ് ആ സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 60:40 എന്ന അനുപാതത്തിലാണ് ഈ സർക്കാരും കേന്ദ്ര സർക്കാരും ഫണ്ട് ഉപയോഗിക്കുന്നത്. ഇത് 1 കോടിയോളം രൂപ ഒരു സ്കൂളിന് ഒരു വർഷം ലഭിക്കും. അങ്ങനെ 5 വർഷത്തേക്കാണ് പദ്ധതി. ആ സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുന്നില്ല എന്ന് അറിയിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടണം. ഈ പി എം ശ്രീയിൽ ഉൾപ്പെടുക എന്നാൽ ആ വിദ്യാഭ്യാസ നയം കൂടി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ അനുവാദം നൽകുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിനും അത് നടപ്പിലാക്കേണ്ടി വരും. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, അതായത് NCERT പാഠപുസ്തകങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളെല്ലാം അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ ഗാന്ധി വധം ഉൾപ്പെടെ NCERT പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ മാറ്റുന്നു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളുകൾ, ആ സ്കൂളുകളുടെ വികസന പ്രവർത്തനം നടപ്പിലാക്കിയാൽ അവിടെ പി എം ശ്രീ എന്ന നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കൂടി വെച്ചിട്ടുള്ള ഒരു ബോർഡ് ആ സ്കൂളിന് മുന്നിൽ സ്ഥാപിക്കണം. ഇതാണ് ഈ 2 പ്രശ്നങ്ങളാണ്. അതായത് വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാവുക, കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന നിലയിലുള്ള വിദ്യാഭ്യാസ നയം രൂപീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതികൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, സംസ്ഥാനം കൂടി പണം മുടക്കി നടത്തുന്ന ഒരു പദ്ധതി, അതിൽ എന്തിന് പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച പി എം ശ്രീ എന്ന ബോർഡ് സ്ഥാപിക്കണം. ഈ 2 വിഷയത്തിലാണ് എതിർപ്പുണ്ടായിരുന്നത്. ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ തമിഴ്നാടാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചു. സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന ആലോചന കുറേ കാലമായി നടത്തി വന്നതാണ്. പക്ഷേ ഒരു പ്രശ്നം, ഇതിൽ എതിർപ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് മാറണം, വർഗീയപരമായ കണ്ടൻറ്റുകൾ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. ഒരുപാട് തരത്തിലുള്ള ആലോചനകൾ നടത്തി. ഇത് ഉൾപ്പെടാതെ തന്നെ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ഫണ്ടുകൾ, അതായത് ഇതിൽ ഉൾപ്പെടാത്തതുകൊണ്ട്, അതിൽ ഒപ്പുവെക്കാത്തതുകൊണ്ട് ഏകദേശം വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കണക്ക് പ്രകാരം 1466 കോടി രൂപ ഇതുവരെയും സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുണ്ട്. പക്ഷേ അത് ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് മാത്രമല്ല, SSK ഉൾപ്പെടെയുള്ള സംസ്ഥാന പദ്ധതികളുടെ കേന്ദ്ര വിഹിതമായ തുക അത് ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ഈ വിഷയത്തിൽ ഒരുപാട് തവണ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളൊക്കെ പല തവണയായി നടന്നു. പക്ഷേ എന്നിട്ടും കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചേ പറ്റൂ എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചപ്പോഴാണ് ഇതിലൊരു പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിൽ തെറ്റില്ല, വെറുതെ ഫണ്ട് ലാപ്സായി പോകുന്ന സാഹചര്യം ഉണ്ടാകും, ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ഏകദേശം SSKയിലെ 7000 മുതൽ 8000 വരെയുള്ള അധ്യാപകരും ജീവനക്കാരും അവർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം. 2 വർഷമായി കേന്ദ്രം ഈ വിഹിതം നൽകാതിരിക്കുന്നത്. ഏകദേശം ഈ പറയുന്ന നേരിട്ട് 1200 കോടി രൂപ, അല്ലാതെ എല്ലാം ചേർത്ത് 1466 കോടി രൂപയോളം ലഭിക്കാനുണ്ട്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ തവണ ഏറ്റവും അവസാനം ചർച്ച നടത്തിയപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞത്, എന്ന് നിങ്ങൾ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നു അന്ന് അർദ്ധരാത്രി കൊണ്ട് ഈ തുകയെല്ലാം പാസ്സാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. അത്തരം വാശിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. CPI എന്തിനാണ് ഇതിനെ കണിശമായിട്ട് എതിർക്കുന്നത്? CPIയുടെ എതിർപ്പ് മറികടന്ന് നടപ്പാക്കുമോ? അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയണമെങ്കിൽ സേഫിക്കയോട് തന്നെ ചോദിക്കാം. സേഫിക്ക, എന്താണ് സത്യത്തിൽ CPI വളരെ വലിയ എതിർപ്പാണ് ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ എതിർപ്പിന് കാരണം? എന്താണ് ഇവർ പറയുന്നത്? അവർ കാരണമായിട്ട് അവർ പറയുന്നത്, ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബിനോയ് വിശ്വമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ദേശീയ വിദ്യാഭ്യാസ നയം, ഇപ്പോൾ വിജയൻ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അത് സംഘപരിവാർവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പുസ്തകങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർ അടിച്ചേൽപ്പിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങൾ നടപ്പാക്കി വരുന്നുണ്ട്. ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം നടപ്പാക്കി വരുന്നുണ്ട്. അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് പി എം ശ്രീ കൂടി വരിക.
അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും സംഘപരിവാരവൽക്കരണം നടക്കും. അതിന് നമ്മൾ നിന്നു കൊടുക്കേണ്ടതില്ല എന്നുള്ള CPIയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വിഷയം ഉയർന്നു വരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ വിജയൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. അത് വി ശിവൻകുട്ടി എടുക്കുന്ന തീരുമാനമല്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനമാണ്. കാരണം 1500 കോടിയോളം രൂപ, 1430 എത്ര 66 കോടി രൂപ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കിട്ടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ആ പണം കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, കാരണം ആദ്യ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്ന് 4 അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസം, ലൈഫ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള അജണ്ടകളാണ് ആദ്യത്തെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ നിലവാരം നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യും, തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതൽ ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തൽ അവർക്ക് ഉണ്ട്, ഇടതുമുന്നണിക്കുണ്ട്, അല്ലെങ്കിൽ CPMന് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമാകാം എന്ന തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്നത്. പക്ഷേ അവിടെയും ഒരു സംഘപരിവാരവൽക്കരണത്തിന് നിന്നു കൊടുക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ പല ആൾക്കാർക്കും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. സംഘപരിവാറിനെതിരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന ആരാണ്? വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളൊരു ചോദ്യം. അതാണ് വിദ്യാഭ്യാസ മന്ത്രി വളരെ തന്ത്രപരമായി നയപരമായി ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ഇതിനെ പോസിറ്റീവായി കണ്ടാൽ മതി, വീണ്ടും ധർമ്മേന്ദ്ര പ്രധാനുമായി ഒന്നുകൂടി ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പറയുന്ന അജണ്ടകൾ, അതായത് പണം സ്വീകരിക്കുകയും ബോർഡ് വയ്ക്കുകയും ചെയ്യുക മാത്രമാണ് സർക്കാർ ചെയ്യുക. മറ്റ് ആവശ്യങ്ങൾ, അതായത് ഈ NCERT പാഠപുസ്തകങ്ങളിലെ ഈ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ബദൽ പാഠപുസ്തകങ്ങൾ സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നു SCERTയുടെ ഭാഗമായി. NCERT ചരിത്രത്തെ വളച്ചൊടിച്ച പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ പ്രധാനമായും ഗാന്ധിവധം ഒഴിവാക്കുന്ന തരത്തിലുള്ള നടപടികൾ NCERTയുടെ ഭാഗത്തുണ്ടായി. പക്ഷേ ബദൽ പാഠപുസ്തകം ഒരുക്കിയാണ് സംസ്ഥാനം അതിനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. സേഫ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ട RSS വിരുദ്ധ, സംഘവിരുദ്ധ പോരാട്ടത്തിൻ്റെ ഏറ്റവും മുന്നണി പോരാളിയായി മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് മന്ത്രി വി ശിവൻകുട്ടി. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ RSS അജണ്ടയ്ക്ക് ഒപ്പം നിന്നുകൊടുക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. അത് തന്നെയാണ് CPI ഉയർത്തുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷേ ഈ വിഷയം ഉയർന്നു വരും. ഇനിയിപ്പോൾ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചിട്ടില്ല. ഇടതുമുന്നണി യോഗത്തിലേക്ക് വിഷയം വരുമ്പോൾ അതെങ്ങനെ അവർ പരിഗണിക്കും, എങ്ങനെ അത് കൈകാര്യം ചെയ്യും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണെന്ന് തോന്നുന്നു.